ഹായ് ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടേബിൾ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈവ് ഫാസ്റ്റ് കോപ്പ് ഓൺ ഓൾവേസ് പോസിറ്റീവായി. ദിലീപിൻ്റെ ഏറ്റവും പുതിയ ചിത്രം, അദ്ദേഹത്തിൻ്റെ 150ാമത്തെ ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലി കണ്ടു. കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ജനപ്രിയ നായകൻ എവിടെയും പോയിട്ടില്ല, ഇവിടെ തുടരുമെന്നാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത്. അതായത് കണ്ടൻറ് ഓറിയൻറ്റഡ് ആയിട്ട് നല്ല കണ്ടൻറ്റുകൾ എടുത്ത് സിനിമ എടുത്തു കഴിഞ്ഞാൽ പ്രേക്ഷകർ രണ്ട് കൈയ്യങ്ങൾ നീട്ടി സ്വീകരിക്കുമെന്നതിന് തെളിവാണ് ഈ സിനിമ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്ര മനോഹരമായ കണ്ടൻ്റ് ആയിരുന്നു അത്. കാരണം ഇന്നത്തെ കാലത്ത് നടക്കുന്ന ആ ഒരു സംഭവങ്ങൾ, അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ ഒരു കണ്ടൻറ്റാണ് ഈ ചിത്രത്തിൻ്റെ കഥയെന്നത്. അതുകൊണ്ട് തന്നെ ചിത്രം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത് ഷാരിസ് മുഹമ്മദാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം നിരാശപ്പെടുത്തില്ല എന്ന ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ സംഭവിച്ചു എന്ന് പറയാം. ഇതിൻ്റെ ഡയറക്ടർ വിൻഡോ സ്റ്റീഫന്. അപ്പോൾ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ സനൽ ദേവ്. വളരെ മനോഹരമായൊരു ഗാനമായിരുന്നു ഓമന തിങ്കൾ എന്ന് തുടങ്ങുന്ന ആ ഒരു ഗാനം. കാരണം ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ദിലീപേട്ടൻ ഇങ്ങനെ ഒരു പാട്ട് കിട്ടുന്നത് തന്നെ. അത് തിയേറ്ററിൽ കണ്ടപ്പോൾ നല്ല കേൾക്കാനും നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ വിഷ്വലൈസേഷനും വളരെ മനോഹരമായിരുന്നു എന്ന് പറയാം. പക്ഷേ അപ്പോൾ ഇതിൻ്റെ നായകൻ, ജനപ്രിയ നായകൻ ദിലീപ്, അദ്ദേഹത്തിൻ്റെ 150ാമത്തെ ചിത്രം. അപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ, എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് അടിച്ച് കണ്ട, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എൻ്റർടൈൻ ചെയ്ത് കണ്ടത് ഇദ്ദേഹത്തിൻ്റെ സിനിമകളാണ്. കല്യാണരാമനാട്ടെ, കൊച്ചി രാജാവായിക്കോട്ടെ, CID മൂസ, മീശ മാധവൻ, അങ്ങനെ റൺവേ, വെട്ടം, അങ്ങനെ നീണ്ടുപോകുന്ന ലിസ്റ്റുകൾ, പഞ്ചാബി ഹൗസ്, അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ സിനിമകളാണ്. ഇപ്പോഴും TV വന്നാലും പിന്നെയും റിപ്പീറ്റ് അടിച്ച് കാണുന്ന ഇദ്ദേഹത്തിൻ്റെ സിനിമയാണ്. അങ്ങനെ തുടങ്ങുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഹീറോ. അതിന് 150ാമത്തെ ചിത്രം, പ്രത്യേകിച്ച് ആ ടൈറ്റിൽ കാർഡ് കണ്ടപ്പോൾ തന്നെ വളരെയധികം ഇമോഷനാണ് കണക്റ്റ് ആയത്. കാരണം നമ്മുടെ ചെറുപ്പകാലമൊക്കെ നമുക്കിങ്ങനെ ഓർമ്മ വന്നു അദ്ദേഹത്തിൻ്റെ ആ ടൈറ്റിൽ കാർഡ് കാണിക്കുമ്പോൾ. പഴയ കഥാപാത്രങ്ങളെല്ലാം കൂടെ കോർത്തിണക്കി മഴത്തുള്ളി കിലുക്കത്തിനകത്ത് തേരിറങ്ങും മുകിലേ എന്നുള്ള ആ ഒരു സോങ്ങിൻ്റെ BGM കൂടെ ആയപ്പോഴേക്കും വളരെ എമോഷനായി ആ ടൈറ്റിൽ കാർഡ് കണ്ടപ്പോൾ. വളരെ അടിപൊളി സിനിമ. മറ്റ് ക്യാരക്ടേഴ്സ്, ബിന്ദു പണിക്കർ ആയിക്കോട്ടെ, സിദ്ദീഖ് ആയിക്കോട്ടെ, ധ്യാൻ ശ്രീനിവാസൻ കുറച്ചേ ഉള്ളൂ. അദ്ദേഹത്തിന് വലിയ പ്രാധാന്യമുള്ള റോളൊന്നുമല്ല, പക്ഷേ വലിയ കോമഡിയൊന്നും ധ്യാൻ ശ്രീനിവാസനില്ല. മറ്റ് കഥാപാത്രങ്ങൾ എല്ലാവരും, ജോണി ആൻ്റണി, എല്ലാവരും അവരവരുടെ, മഞ്ജുപിള്ള, എല്ലാവരും അവരവരുടെ കഥാപാത്രങ്ങൾ വളരെ മനോഹരമായി ചെയ്തു. അല്ലെങ്കിൽ ദിലീപേട്ടനെ പോലും സൈഡാക്കിയ ഒരു ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടറാണ് ഈ സിനിമയുടെ ആ വിജയത്തിന് പിന്നിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം തുടരും കണ്ടിറങ്ങിയപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന ഒരു കഥാപാത്രമായിരുന്നു ജോർജ് സാറ്. അതുപോലെ ഈ സിനിമ കണ്ട് ഇറങ്ങുമ്പോഴും ആ ഒരു കഥാപാത്രമായിരിക്കും നമ്മുടെ മനസ്സിൽ നിൽക്കുക. തുടരും കണ്ട ഉടനെ ഞാൻ ജോർജ് സാർ ആരാണെന്നാണ് ഗൂഗിളിൽ നോക്കിയത്. അതുപോലെ തന്നെ ഈ സിനിമ കണ്ടിറങ്ങിയപ്പോൾ ആദ്യം നോക്കിയത് ആ കഥാപാത്രം, അല്ലെങ്കിൽ അത് ആരാണ് ചെയ്തതെന്നാണ്. ആ പേരാണ് ഞാൻ ആദ്യം സെർച്ച് ചെയ്ത് നോക്കിയത്. ചിഞ്ചു എന്ന കഥാപാത്രം ചെയ്ത റാണിയ എന്ന ആ ഒരു പുതുമുഖ നായിക. അപ്പോൾ അവർ വന്നതോടുകൂടിയാണ് സിനിമ വേറെ ലെവലായെന്ന് പറയാം. കാരണം ഇൻ്റർവെല്ലിന് 10 മിനിറ്റ് മുമ്പാണ് അവർ വരുന്നത്. പിന്നെ അവർ വന്നപ്പോൾ തൊട്ട് പിന്നെ ക്ലൈമാക്സ് വരെ പടം ഒരേ പോക്കാണെന്ന് പറയാം. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഡീസൻ്റായൊരു ഫസ്റ്റ് ഹാഫ്. പക്ഷേ സെക്കൻഡ് ഹാഫാണ് സിനിമയുടെ ആ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഹാഫ് വേറെ ലെവലായിരുന്നു. ഫസ്റ്റ് ഹാഫ് ക്യാരക്ടറുകളുടെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും തമാശകളും ഒക്കെ ആയിട്ട് പോയെങ്കിലും സെക്കൻഡ് ഹാഫാണ് വേറെ ലെവൽ കണ്ടൻറ്റിലേക്ക് വരുന്നത്. പ്രത്യേകിച്ച് ആ ചിഞ്ചു എന്ന കഥാപാത്രം വരുന്നതോടുകൂടി, റാണിയ അവരവതരിപ്പിച്ച ആ ഒരു കഥാപാത്രം വരുന്നതോടുകൂടി സിനിമ അങ്ങ് വേറെ ലെവലിലേക്ക് പോവുകയായിരുന്നു. അടിപൊളി. അവരുടെ അഭിനയം എടുത്തു പറയേണ്ടതാണ്. കാരണം ഒരു പുതുമുഖ നടി എന്ന ഒരിക്കലും തോന്നാത്ത രീതിയിലുള്ളൊരു അഭിനയമാണ് അവർ കാഴ്ചവെച്ചത്. ഇപ്പോൾ പുതിയ ടാലൻറ്റുകൾ നമ്മളിങ്ങനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ സിനിമകൾ ഇറങ്ങും തോറും. ദിലീപേട്ടനെ പോലെ സൈഡാക്കുന്ന പോലുള്ള രീതിയിലായിരുന്നു ആ കുട്ടിയുടെ പെർഫോമൻസ് എന്നത്. ഏതായാലും വളരെ അടിപൊളി ഒരു ചിത്രം, 150ാമത്തെ ചിത്രം. ജനപ്രിയ നായകൻ തിരിച്ചു വന്നിരിക്കുന്നു. വളരെ സന്തോഷത്തോടുകൂടി തിയേറ്റർ വിട്ട് ഇറങ്ങുവാൻ സാധിച്ചു. വളരെ ഹ്യൂമറുകളും, ഒത്തിരി ചിരിക്കാനൊക്കെ ഉണ്ട്, ഒത്തിരി ഹ്യൂമറുകളും. പിന്നെ ഇന്നത്തെ കാലത്ത് നടക്കുന്ന ആ ഒരു കണ്ടൻറ്റും കൂടെ ആയപ്പോൾ, പ്രത്യേകിച്ച് യൂട്യൂബേഴ്സിന്, കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിനെയൊക്കെ അവരുടെയൊക്കെ ഒരു കഥയാണ് കാണിക്കുന്നത് തന്നെ. അപ്പോൾ ഉറപ്പായിട്ടും ഞാനൊക്കെ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്കൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ അത് കണക്റ്റായി. ഏതായാലും വളരെ നല്ലൊരു കണ്ടൻറ്റ്, ഒട്ടും ബോറടിക്കാത്ത രീതിയിൽ. സെക്കൻഡ് ഹാഫ് വേറെ ലെവലായിക്കൊണ്ടും ഫസ്റ്റ് ഹാഫ് തമാശകളൊക്കെ നിറച്ചു, നല്ല ചളിയൊന്നുമില്ലാതെ നല്ല ഫീൽ ഗുഡ് മൂവിയായിട്ടും സെക്കൻഡ് ഹാഫ് വേറെ ലെവലിലോട്ട് കൊണ്ടുപോയി നല്ലൊരു പടമാണ് അദ്ദേഹം 150ാമത്തെ സിനിമയായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലം അദ്ദേഹത്തിൻ്റെ സിനിമകൾ തുടർ പരാജയങ്ങളായിരുന്നു. അപ്പോൾ അതിൽ നിന്നുമൊക്കെ അദ്ദേഹം തിരിച്ചു വന്നിരിക്കുകയാണ്. ജനപ്രിയ നായകൻ എവിടെയും പോയിട്ടില്ല, ഇവിടെ തുടരും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.